ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷീമാട്ടി പാർട്ട് 2 ആണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ ഓഫർ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് കുർത്ത സെക്ഷനിലേക്കാണ്. അപ്പോൾ കുർത്ത സെക്ഷനിൽ അധികം ഒന്നും അങ്ങനെ അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ക്രോപ്പ് ടോപ്പ്, വെസ്റ്റേൺ വെയർ അങ്ങനെ ഉള്ളതിലൊക്കെ പോയി നോക്കിയപ്പോഴും ഒന്ന് രണ്ട് പീസുകൾ മാത്രമേ നമുക്ക് ക്യാച്ചിങ് ആയിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ അതിൻ്റെ 2-3 നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മടുത്തു. അപ്പോൾ ഞങ്ങൾ നേരെ സാരി സെക്ഷനിലേക്ക് പോയി. സാരിക്ക് തന്നെയാണ് ഷീമാട്ടിയിൽ വിലക്കുറവും പിന്നെ നമുക്ക് കാണാൻ ഇത് തോന്നുന്നതും എല്ലാം സാരി സെക്ഷനായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ റേറ്റാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാരി സെക്ഷനിലെത്തി. അവിടെ ഈ ഒരു പാറ്റേണിലുള്ള സാരി പല പല കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ ഐസ് ബ്ലൂ കളറിലെ സാരി നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു സാരി അങ്ങനെ കാണാത്ത കരയൊന്നും വരുന്നില്ല, ഫുൾ ഇതേ ഒരു പാറ്റേൺ ഇങ്ങനെ പോകുന്ന സാരിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത്തവണ കൂടുതലും പേസ്റ്റൽ കളേഴ്സാണ് അവർ ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിന് നടക്കുന്നത് പേസ്റ്റലാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ ഉള്ളതിൽ ഒട്ടുമുക്കാൽ സാരികളും പേസ്റ്റൽ കളേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പം നേരത്തെ കണ്ട സാരിയുടെ യെല്ലോ ഷെയ്ഡാണ് ഈ കാണുന്ന സാരി. സോയിലേ കാണാനായിട്ട്. പിന്നെ ഈ ഒരു സാരി കണ്ടോ, ഇത് കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരുന്നതാണ്. മിക്കവരുടെയും കയ്യിലുണ്ട് ഈ സാരി. അപ്പോൾ അതിൻ്റെ റേറ്റ് 990 ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കോ? ഈ സാരി നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇതും പണ്ടത്തെ ഒരു ട്രെൻഡിങ് സാരിയായിരുന്നു. ഇതിൻ്റെ ഒരു കോഫി ബ്രൗണും മെറൂണും ഗ്രീനും ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു സാരിയാണ്. ഇത് ശരിക്കും റേറ്റ് 2700 ആണ്. അത് 1100-നാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഓഫർ ഇല്ലാത്ത സെക്ഷനും ഉണ്ട്. ഇത് ഓഫർ ഇല്ലാത്തൊരു സാരിയാണ്. ബാന്തിനി പ്രിന്റിൽ കുറച്ച് കസവൊക്കെ ആയിട്ട് വരുന്നൊരു സാരി. പിന്നെ ഈ ഒരു സാരിയും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. പല പല കളർ കോമ്പിനേഷനിൽ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സാരിയാണിത്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ 1000 റുപ്പീസാണ് ഇട്ടിരിക്കുന്നത്. ഈ വൈറ്റിലൊരു ഡാർക്ക് റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാരി ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതിനും 1000 റുപ്പീസാണ്. ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് ഓഫർ പ്രൈസ് ഒന്നുമല്ല, അതിൻ്റെ ഒറിജിനൽ പ്രൈസാണ് ഇട്ടിരിക്കുന്നത് 590. ഇതിനൊക്കെ തന്നെയും കൂടുതലും അതേ പ്രൈസിന് കിടക്കുന്ന സാരികളാണ്, ഓഫർ ഉള്ളതല്ല ഇത്. ഈ സാരി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ +2 കാലഘട്ടത്തിലേക്ക് പോയി. ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ ഉടുത്തിരുന്ന ഒരു സാരി മോഡലാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു കാലഘട്ടം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഇതിനും ഓഫറില്ല. 430 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓഫർ ഇല്ലെങ്കിലും പക്ഷെ നല്ല രസമില്ലേ കോമ്പിനേഷൻ കാണാനായിട്ട്. പിന്നെ കുറഞ്ഞ വിലയുടെ സാരി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയുടെ സാരി അവിടെ കണ്ടത് ഇതൊക്കെയാണ്. അതിനൊക്കെ 300 ബിലോയാണ് റേറ്റ് വരുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു സാരിക്ക് റേറ്റ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. 270 ആണ്. ഷീമാട്ടിൽ ഈ ഒരു റേറ്റിലുള്ള സാരി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പുറത്ത് കിടക്കുന്ന ഗ്രീനിന് 275 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ പല പല കളേഴ്സ് ഉണ്ട്. നമ്മുടെ നവരാത്രിക്കൊക്കെ പറ്റുന്ന സ്കേർട്ട് ഒക്കെ തയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കളക്ഷൻ, അതായത് ബ്രൈഡൽ ബ്ലൗസ് എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. 7500 തുടങ്ങി മേളിലോട്ട് ഉള്ള എല്ലാ റേഞ്ചിലുള്ള ബ്ലൗസും ഞങ്ങൾ അവിടെ കണ്ടു. ഏറ്റവും കൂടുതൽ കണ്ടത് 12500 ആണ്. അതിലും കൂടുതൽ ഉണ്ടാകുമായിരിക്കും. കണ്ടതിൽ ഏറ്റവും കൂടുതൽ 12500 ആയിരുന്നു. ഈ ഒരു ബ്ലൗസ് കണ്ടോ, നല്ല രസമുണ്ട്. പെയിൻറ്റിങ്ങും പിന്നെ ബീഡ് വർക്കും ആരി വർക്കും എല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട് അതിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 10,500 ആണ്. പക്ഷേ ഇത്രയും വർക്കിന് 10,500 കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്ലൗസിന്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ഒരു ഡ്യൂപ്പ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ സാരിയാണ്. ഈ ഒരു കളക്ഷൻ ഫുള്ള് നമുക്ക് ക്രിസ്ത്യൻ ചർച്ചിലൊക്കെ എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ നല്ല അടിപൊളി സാരികളായിരുന്നു. പിന്നെ ഈ ഒരു സാരിയും ഈ ഗോൾഡൻ വരുന്നത് നല്ല രസമുണ്ട്. ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്ത് പോകാൻ പറ്റുന്ന സാരികളായിരുന്നു കൂടുതലും അവിടെ കണ്ടത്. അപ്പോൾ ഈ ഒരു സാരി കണ്ടോ, ഇത് നന്നായിട്ട് പട്ടുപാവാടയൊക്കെ തയ്പ്പിക്കാനായിട്ട്, കുട്ടികൾക്ക് പട്ടുപാവാട തയ്പ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാരിയൊക്കെ നോക്കുന്നത്. നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരികളെക്കാളും നമുക്ക് കുറച്ചും കൂടി വേറെ എന്തെങ്കിലും ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് പലരും ഇതെടുത്തുകൊണ്ട് പോകുന്നത് അവിടെ നിന്ന്.
പിന്നെ അവിടെ നല്ല പട്ടുസാരികൾ ഉണ്ടായിരുന്നു കേട്ടോ. 5000-ൻ്റെ ഒക്കെ സാരി 3000-ൻ്റെ ആ ഒരു റേഞ്ചിലായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല ഈ കാഞ്ചീപുരമൊക്കെ. നമ്മളെപ്പോൾ മേടിച്ചാലും അത് വേർത്താണ്. പിന്നെ ഈ പ്രിൻ്റഡ് ഈ സാരി ഉണ്ടല്ലോ, അതങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ്. അതിനും ഏതാണ്ടൊരു 1600 ആ ഒരു റേഞ്ചിലായിരുന്നു ആ സാരിക്ക് വന്നത്. അതും അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ വരുന്നത് ഈ ഒരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് 1000 ആണെങ്കിലും അതിനേക്കാളും വില, ഈ 1000-നേക്കാളും എന്തായാലും വില പറയുന്ന ഒരു സാരിയാണ് അതും. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന സാരി ആണെങ്കിലും അതിനും ഏതാണ്ട് ഒരു 1300 ആ ഒരു റേഞ്ചായിരുന്നു. അതിനും നല്ല നല്ല മെറ്റീരിയലാണ്. അത് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത പട്ടുപാവാടയ്ക്ക് പറ്റുന്ന സാരി. അപ്പോൾ ഇതിന് പറ്റുന്ന ബ്ലൗസ് കോമ്പിനേഷൻ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമുക്ക് ഓണത്തിന് പറ്റുന്ന കുറച്ച് കളക്ഷൻ കണ്ടു. അപ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല റോസ് ഗോൾഡ് കളറിലെ കര വരുന്ന ഹാൻഡ് പെയിൻറ്റിങ് പോലെ തന്നെ തോന്നിക്കുന്ന പ്രിൻ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്തായാലും എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ എടുക്കാതെ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജിക്കി പോയിട്ട് അത് തന്നെ തപ്പി പിടിച്ച് കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനാണ് ഈ ബ്ലാക്കും പിന്നെ ഒരു പ്രത്യേക തരം പിങ്കും. അതെന്തോ കുറേ നാളായിട്ട് അങ്ങനെ മനസ്സിൽ കിടന്ന ഒരു കോമ്പിനേഷനാണ്. അതും കണ്ടു. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാതെ വരാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് വെച്ച് നോക്കിയൊക്കെ എടുത്തത്. ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തളർന്നു വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ നല്ലൊരു കഫറ്റീരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീമാട്ടി ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്